SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിസിക്സ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി കെമിസ്ട്രി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഫിസിക്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്സ് ചോദ്യപേപ്പർ നോക്കുമ്പോൾ അത്യാവശ്യം ഈസി ആയിരുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അത്യാവശ്യം ഒരു സാധാരണ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വരെ എന്ത് ചെയ്യാം, A+ നമുക്കിവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത്രത്തോളം ടഫ് ആക്കിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എതിർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. സമയം കളയേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഒന്നാമത്തെ ചോദ്യം അസേർഷൻ റീസൺ ടൈപ്പ് ചോദ്യമാണ്. ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ സൺലൈറ്റ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ എ പ്രിസം ദ ഡീവിയേഷൻ ടേക്കിംഗ് പ്ലേസ് ഈസ് നോട്ട് ദ സെയിം ഫോർ ഓൾ ദ കളേഴ്സ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതെ, നമ്മൾ പ്രസത്തിലൂടെ ലൈറ്റിനെ കടത്തി വിടുന്ന സമയത്ത് എല്ലാ ലൈറ്റും ഒരേ അളവിലല്ല ഡീവിയേറ്റ് ചെയ്യുന്നത്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് കളർ അറ്റ് ദ ടു സൈഡ്സ് ഓഫ് ദ പ്രിസം വിൽ ബി ഡിഫറൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ വേവറിംഗ് ഓഫ് ദ ലൈറ്റ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്താണ് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ബോത്ത് A and R are correct and R explains A. C ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത, എ ട്രാൻസ്ഫോമർ ഹാസ് 200 turns in the primary and 1000 turns in the secondary. The voltage induced in one turn of the secondary is 0.5 volt. See the following regarding this transformer given below. അല്ലെ, see the following regarding this transformer given below. Which among the following is correctly matched? അപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, അവിടെ എന്താ വന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് എത്രയാണ്, 200 ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്നത് 1000 തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് കട്ട് ചെയ്യാം അല്ലേ. സ്റ്റെപ്പ് ഡൗൺ അല്ല, സ്റ്റെപ്പ് അപ്പിൽ പറഞ്ഞിട്ടുള്ള പിന്നൊരു കാര്യം എന്താണ്, വോൾട്ടേജ് ഇൻ ദ പ്രൈമറി 100ഉം വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി 500ഉമാണ്. വോൾട്ടേജ് ഇൻ ദ പ്രൈമറി 500ഉം വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി 500ഉമാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും സ്റ്റെപ്പ് അപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ 2 മാത്രമാണ് ശരി. അപ്പോൾ ഓൺലി 2 അല്ലെ, A ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം എന്ന് പറയും. കണ്ടോ, ലോജിക്ക് ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. നമുക്കത് വെച്ചിട്ട് ഓപ്ഷൻസ് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇതും ഒരു സിമ്പിൾ ചോദ്യം. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൾ ഹീറ്റിംഗ്, റെസിസ്റ്റിവിറ്റി, ഹീറ്റിംഗ് എലമെന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അപ്പോൾ നമുക്കറിയാം കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിയാണ്. ജൂൾ ഹീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഓമിക് ഹീറ്റിംഗ് എന്ന് പറയും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് 2ന് തുല്യമാണ്. അപ്പോൾ 1 2ന് ഈക്വൽ വരുന്ന 2 ഓപ്ഷൻസ്. 2 എന്ന് പറയുന്നത് 4 ആണ്, 2 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അതുകൊണ്ട് 3 എന്ന് പറയുന്നത് എന്താണ്, 3 എന്ന് പറയുന്നത് 1 ആണ്, 3 എന്ന് പറയുന്നത് 1 ആണ്. സോ D ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത, റീഡിംഗ് ദ കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. റിഗാർഡിംഗ് ദ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗീവൺ, റീഡ് ദം കെയർഫുള്ളി. നോക്കാം. ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസസ് വെൻ ദ കറണ്ട് ഇൻക്രീസസ്. അല്ലേ, ശരിയാണ് അല്ലേ, മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. വെൻ ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻക്രീസസ് ദ ടോട്ടൽ ഫ്ലക്സ് ഇൻക്രീസസ്. അതും ശരിയാണ്. വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ് ക്യാരിയിങ് കോൺസ്റ്റന്റ് കറണ്ട് ഇൻക്രീസസ് ദ ഫ്ലക്സ് ത്രൂ എ സിംഗിൾ ടേൺ ഓഫ് കോയിൽ ഇൻക്രീസസ്. തെറ്റാണ്. ഇതിൻ്റെ സെയിം ടൈപ്പ് നമ്മൾ മോഡൽ ചോദ്യ പേപ്പറിലും കണ്ടതാണ്, സെയിം ചോദ്യം. വെൻ സോഫ്റ്റ് അയൺ ഈസ് യൂസ്ഡ് ആസ് കോർ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസസ്. അല്ലേ, അപ്പോൾ ഇത് 3 എണ്ണമാണ് ശരി. 1ഉം 2ഉം 4ഉമാണ് ശരി. 1ഉം 2ഉം 4ഉം 1ഉം 2ഉം 4ഉം. C ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. സെയിം ടൈപ്പ് നമ്മളിവിടെ കണ്ടതാണ്. അടുത്ത്, ഈ ഒരു ടൈപ്പ് ചോദ്യവും നമ്മൾ മോഡൽ ചോദ്യ പേപ്പറിൽ, അതായത് ഇതിന് മുന്നേ ഇറക്കിയ സെറ്റ് ABC ഏതോ ഒന്നിലും ഉണ്ടായിരുന്നു. എ സൗണ്ട് ഓഫ് എ പേഴ്സൺ ക്ലാപ്പിംഗ് അറ്റ് എ പോയിന്റ് X ടേക്സ് 0.02 seconds ടു റീച്ച് ദ വാൾ A. ഹൗ ഫാർ ഈസ് ദ വാൾ A ഫ്രം X? അപ്പോൾ ഈ പറയുന്ന ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, അത് 350 മീറ്റർ/സെക്കൻഡ് എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞാൽ ടെസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.02 seconds. അപ്പോൾ അതായത് 2/100 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ 35 × 2 എത്രയാണ്, 7, 70, 700 ബൈ എന്താണ് 0, 0, 2 0 വെട്ടി നമുക്ക് എത്രയായിട്ട് 7 മീറ്റർ ആണ്. 7 മീറ്റർ ആണ് ദൂരം. ക്യാൻ ദിസ് പേഴ്സൺ സ്റ്റാൻഡിങ് അറ്റ് ദ എക്സിൽ നിൽക്കുന്ന ആൾക്ക് ഹിയർ ദ എക്കോ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിഫ്ലക്ഷൻ? നോ, ബിക്കോസ് ഇൻ ഓർഡർ ടു ഹിയർ എക്കോ ദ മിനിമം ഡിസ്റ്റൻസ് ഈസ് 17.5 മീറ്റർ. ഓക്കെ, 17 എങ്കിൽ 17.5 എങ്കിൽ കുഴപ്പമില്ല, 2000 ശരിയാണ്. എ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ടു ബൈ സ്പെക്ടക്കിൾസ് ഈസ് -4D ഈസ് ഇൻഡിക്കേറ്റഡ്. വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ടു ബി യൂസ്ഡ് ഇൻ സ്പെക്ടക്കിൾ? മൈനസ് ആണ്. അപ്പോൾ എന്തായാലും എന്താണ്, കോൺകേവ് ആണ് അല്ലേ. അപ്പോൾ ഏതാണ്, കോൺകേവ് ആണ് ഉത്തരം. കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് അല്ലേ, നമുക്കറിയാം P = 1/f ആണെങ്കിൽ F = എന്തായിരിക്കും, 1/p ആയിരിക്കും. അപ്പോൾ 1/p എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഇവിടെ, 1/2
എന്താണ് 1/4 ആണ്. 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 0.25 ആണ്. അതിൻ്റെ മീറ്ററിലോട്ട് മാറ്റും, സെൻറ്റിമീറ്ററിലോട്ട് മാറ്റം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് വരും. ഓക്കെ, 25 സെൻറ്റിമീറ്റർ വരും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 0.25 മീറ്റർ ഇട്ടാലും കുഴപ്പമില്ല, സെൻറ്റിമീറ്റർ മാറ്റുന്നതാണ് നല്ലത്. അടുത്ത, ദ പവർ ഓഫ് എ ലെൻസ് ഈസ് റിലേറ്റഡ് ടു ദ എബിലിറ്റി ടു കൺവേർജ് ഓർ ഡൈവേർജ് ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 50 സെൻറ്റിമീറ്റർ. സെയിം അല്ലേ, 50 സെൻറ്റിമീറ്ററിൻ്റെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്താൽ മതി കണ്ടുപിടിക്കാനായിട്ട്? പവർ ഇസ് ഈക്വൽ ടു എന്താണ്? 1/50 എടുക്കത്തില്ല നമ്മൾ. 50 എന്താണ്? 50/100 എന്നാണ് എടുക്കുന്നത്. നമുക്ക് എടുക്കുമ്പോഴത്തേക്കും എത്ര കിട്ടും? കോൺകേവ് അല്ലേ, കോൺകേവ് വേണ്ട മൈനസ് ഉണ്ട്. അപ്പം മൈനസ് ഇത് എടുക്കുമ്പോൾ നമുക്ക് 2D എന്ന് കിട്ടും. -2D ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. അതായത് 1/100/1/0.5 അത് തന്നെയാണ്. അതായത് 1/1/2 നിങ്ങൾക്ക് എഴുത്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ മാത്സിൻ്റെ ഒരു അറിവ് പോലെ ഇരിക്കും. ഓക്കെ, 7ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ പ്രോബ്ലം ഫേസ്ഡ് വൈൽ ട്രാൻസ്മിറ്റിംഗ് ഇലക്ട്രിസിറ്റി ഓവർ ലോങ് ഡിസ്റ്റൻസസ്? ട്രാൻസ്മിഷൻ ലോസ്. ഹൗ ക്യാൻ ദിസ് ബി സോൾവ്ഡ്? ഇൻക്രീസ് ദ കറണ്ട് അല്ലേ, റെഡ്യൂസ് ദ കറണ്ട്, ഇൻക്രീസ് ദ വോളിയം, ഇൻക്രീസ് ദ വോൾട്ടേജ്. ഓക്കെ, അത് രണ്ടും എഴുതി വെച്ച് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ടൈം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള അലുമിനിയം പോലുള്ള വസ്തുക്കൾ നമ്മൾ കണ്ടക്ടിങ് വയറായിട്ട് യൂസ് ചെയ്യും. ദ ഡയമീറ്റർ ഓഫ് എ പുള്ളി ഈസ് 100 സെൻറ്റിമീറ്റർ. വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഫിക്സഡ് പുള്ളി, വാട്ട് വിൽ ബി ഈസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? ഫിക്സഡ് പുള്ളി ആണെങ്കിൽ ഒന്നും നോക്കണ്ട, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഫിക്സഡ് പുള്ളി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ദൂരമായിരിക്കും ഈ ദൂരം, അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. സോ 1. അടുത്ത്, ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മൂവബിൾ പുള്ളി, വാട്ട് വിൽ ബി ഇറ്റ്സ് ലോഡ് ആം, വാട്ട് വിൽ ബി ഇറ്റ്സ് എഫേർട്ട് ആം? അപ്പോൾ നമുക്കറിയാം മൂവബിൾ പുള്ളിയായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പോയിന്റ് ആയിരിക്കും ഫൽക്രം എന്ന് പറയും, ഇവിടെ ആയിരിക്കും ലോഡ് എന്ന് പറയും. അപ്പോൾ എന്ത് പറ്റും? ഈ ദൂരം എന്ന് പറയുന്നത് ഇവിടെ 10 ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 5 ആയിരിക്കും. അടുത്ത് ഈ പറയുന്നത് നമ്മുടെ എഫേർട്ട് ആം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത്രയും ദൂരമായിരിക്കും, അത് 10 ആയിരിക്കും. അപ്പോൾ ലോഡ് ആം എന്ന് പറയുന്നത് 5 ആയിരിക്കും, എഫേർട്ട് ആം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്ററും ആയിരിക്കും. 9ാമത്തെ ചോദ്യം, ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് എറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ AB ഈസ് മാർക്ക്ഡ് ഇൻ ദ ഫിഗർ. AB ഇങ്ങോട്ടാണ് കറങ്ങുന്നത് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്? അപ്പോൾ നമുക്കറിയാം ഇങ്ങോട്ടാണ് കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് പേന നോക്കുകയാണെങ്കിൽ നമ്മൾ കൈ പിടിച്ചിട്ട് തമ്പ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കറക്കുന്നത് അല്ല, ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ ബിയിൽ നിന്ന് എയിലോട്ടായിരിക്കും കറണ്ട് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഫ്രം B to A അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് പോയാൽ മാത്രമേ തമ്പ് നമ്മൾ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൈ ക്രോസ് ചെയ്യും. ഏത് റൂളാണ്? നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ. ചെയ്ത റൂൾ അറിയാമല്ലോ, പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അടുത്ത, when current passes through a conductor AB, the direction of deflected north poles of the compass placed on the cardboard was observed as anti-clockwise. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് എങ്ങോട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കറണ്ട് എങ്ങോട്ട് പോയപ്പോൾ ഈ പറയുന്ന കോമ്പസുകളൊക്കെ ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ റിഫ്ലക്ട് ചെയ്തു. അതായത് ആൻറ്റി ക്ലോക്ക് വൈസിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടായിരിക്കും കറണ്ട് പോയിട്ടുണ്ട്. ഫ്രം A to B. കാരണം ആലോചിച്ച് നോക്കണം, എയിൽ നിന്ന് ബിയിലോട്ട് ഇങ്ങനെ കറണ്ട് പോയാലേ നമ്മൾ ഫിംഗേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കി, ഞാൻ എൻ്റെ ഇങ്ങനെ വെച്ച് ഫിംഗർ ക്രോസ് ചെയ്യുന്നു വിചാരിക്കും. അപ്പോൾ എൻ്റെ ഫിംഗർ വന്ന് തട്ടുന്നത് നോക്കി, എൻ്റെ ഫിംഗർ വന്ന് തട്ടുന്നത് എങ്ങോട്ടായിരിക്കും? എന്താ ഇങ്ങോട്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്ത് പറ്റും? ഇങ്ങോട്ടായിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ A to B. അടുത്ത്, വൈ ഡു ദ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് വെൻ കറണ്ട് പാസസ് ത്രൂ AB? ബിക്കോസ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട് ഇൻറ്ററാക്ഷൻ എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. അടുത്ത്, a heating appliance operating at 200 watt produces 1200 joule at 1 minute. Calculate the resistance കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം H is equal to എന്താണ്? V²/R. അപ്പോൾ അതിന് R കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും? R is equal to V²/H. അപ്പോൾ V²/H എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കി എത്രയായിരിക്കും വരുന്നത്? V² എന്ന് വെച്ചാൽ V 200 ഇൻറ്റു 200/1.230 ഇൻറ്റു എന്തായിരിക്കും? ടൈമുണ്ട് ഇൻറ്റു 60 ആണ്. ഓക്കെ, ഇൻറ്റു 60 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.00000 വെട്ടി 200 ഇൻറ്റു 2 400 അല്ലേ, ഇൻറ്റു 6/12 നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഉത്തരം എന്ന് പറയുന്നത് എത്ര കിട്ടും? 200 ഓം എന്ന് കിട്ടും. ഓക്കെ, 200 ഓം എന്ന് കിട്ടും. അടുത്ത, ദ നിയർ പോയിന്റ് വിഷൻ ഓഫ് എ ഐ ഓഫ് എ ചൈൽഡ് ഈസ് 34 സെൻറ്റിമീറ്റർ. കൂടിയിരിക്കുകയാണ്. എന്തായിരിക്കും? ഹൈപ്പർമെട്രോപ്പിയാണ്. റീസൺ എന്തുകൊണ്ടായിരിക്കും? ഒന്നുകിൽ നമ്മുടെ ലെൻസിൻ്റെ പവർ കുറഞ്ഞു, അല്ലെങ്കിൽ എന്ത് പറ്റി? ഐബോൾ എന്ന് പറഞ്ഞത് ചെറുതായി, അപ്പോൾ ലൈറ്റ് പുറത്തു. എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ ഉപയോഗിച്ചാൽ മതി? ഒരു കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്താൽ മതി. സെക്ഷൻ സി, എ കാൻഡിൽ
flame is placed near a lens, magnified and erect image would be viewed through the lens. നമ്മളൊരു ക്യാൻഡിൽ ഫ്ലെയിം ലെൻസ് വെച്ചപ്പോൾ ഇറക്റ്റ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടിയെങ്കിൽ ഇറക്റ്റ് ഇമേജുകളെല്ലാം എന്ത് ഇമേജ് ആയിരിക്കും? വെർച്വൽ ഇമേജ് തന്നെ ആയിരിക്കും. ക്യാൻ ദ സെയിം ലെൻസ് ബി യൂസ്ഡ് ടു ഫോം ആൻ ഇമേജ് ഹാവിങ് ഈക്വൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്? പറ്റും. കാരണം ഇവിടെ കോൺവെക്സ് ലെൻസിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. കോൺവെക്സ് ലെൻസിൽ അറ്റ് 2f കേസ് വരച്ച് വെച്ചാൽ മതി, നമുക്കിവിടെ 2 മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത് പ്രൂവ് ബൈ യൂസിങ് റൈ ഡയഗ്രം ഒന്നല്ലേ. അടുത്ത 13, വാട്ട് ഈസ് മെന്റ് ബൈ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്? റെഡും ഗ്രീനും ബ്ലൂ ആണ് പ്രൈമറി. പക്ഷേ പ്രൈമറി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് എഴുതി വെച്ചാൽ പോലെ. എന്തുകൊണ്ടാണ്? മറ്റ് കളറുകൾ നമുക്ക് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. വി കൻ ക്രിയേറ്റ് ഓൾ അതർ കളേഴ്സ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദീസ് കളേഴ്സ്. നെയിം എനി 2 പ്രൈമറി കളേഴ്സ്. റെഡും നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീനും പറയാം. വിച്ച് ഈസ് എ സെക്കൻഡറി കളർ ഫോംഡ് വെൻ ദ പ്രൈമറി കളേഴ്സ് ഓഫ് യു ഹാവ് റിട്ടൺ ആർ കമ്പൈൻഡ്? റെഡ് പ്ലസ് ഗ്രീൻ ഇസ് ഈക്വൽ ടു യെല്ലോ. വാട്ട് ഈസ് ദ കോംപ്ലിമെൻ്ററി കളർ ഓഫ് ദ സെക്കൻഡറി കളർ? ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ഏതായിരിക്കും? ബ്ലൂ ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് കിട്ടും. അപ്പോൾ ഏത് സെക്കൻഡറിയുടെ കൂടെയാണോ പ്രൈമറി വൈറ്റ് കിട്ടുന്നത്, ഇവരെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി കളറുകൾ എന്ന് പറയുന്നത്. അടുത്ത് ഇൻ സൺലൈറ്റ് ദ ലീവ് ഓഫ് എ പ്ലാന്റ് ഇൻ എ റെഡ് കളേർഡ് ഫ്ലവർ പോട്ട് അപ്പിയർ ഗ്രീൻ. ഓക്കെ, അതങ്ങനെയാണല്ലോ വരുന്നത്. ആൻഡ് ദ ഫ്ലവർ അപ്പിയർ യെല്ലോ. ഫ്ലവറിൻ്റെ കളർ അപ്പോൾ പോട്ട് ചുവപ്പ്, ഇല പച്ച, പൂവ് മഞ്ഞ. When observed through a yellow filter, in which color will the leaves and the flower appear? ഫ്ലവർ യെല്ലോയിൽ തന്നെ ആയിരിക്കും, ലീഫ് ഏത് തന്നെ ആയിരിക്കും? ഗ്രീനിൽ തന്നെ ആയിരിക്കും. കാരണം യെല്ലോയിൽ ഗ്രീൻ ഉള്ളത് കൊണ്ട്. അതാണ് ജസ്റ്റിഫിക്കേഷൻ. ഇൻ വിച്ച് കളർ ലൈറ്റ് വിൽ ദ ഫ്ലവർ പോട്ട് അപ്പിയർ ഡാർക്ക്? ഓക്കെ, ഫ്ലവർ പോട്ട് ഡാർക്ക് ആയിട്ട് കാണണമെങ്കിൽ ആൻഡ് ദ ലീവ്സ് ആൻഡ് ദ ഫ്ലവർ അപ്പിയർ ഗ്രീൻ. ലീഫും ഫ്ലവറും ഗ്രീൻ ആയിട്ട് കാണണം. പക്ഷേ ഫ്ലവർ പോട്ട് ഡാർക്ക് ആയിട്ട് കാണണമെങ്കിൽ അതിന് ഏത് ലൈറ്റ് നോക്കിയാൽ മതി? ഗ്രീൻ കളറിൽ നോക്കിയാൽ മതി. കാരണം ഗ്രീൻ കളറിനകത്ത് യെല്ലോയിൽ ഗ്രീൻ ഉള്ളത് കൊണ്ട് ഫ്ലവർ ഗ്രീൻ ആയിട്ട് കാണും, ലീവ്സ് ഗ്രീൻ ആയതുകൊണ്ട് ഗ്രീൻ ആയിട്ട് കാണും. റെഡ് പക്ഷേ കടത്തി വിടാത്തതുകൊണ്ട് അത് ഡാർക്ക് ആയിട്ടും കാണും. ഗ്രീനാണ് അപ്പോൾ ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. 14, വി നീഡ് ടു റെഡ്യൂസ് കാർബൺ ഫുട് പ്രിൻറ്റ് ടു പാസ് ഓൺ എ ഹാബിറ്റബിൾ എർത്ത് ടു ദ ഫ്യൂച്ചർ ജനറേഷൻ. കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കാനുള്ള കാര്യം അത് 3 നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ, സ്വന്തമായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അടുത്ത 15ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു ലിഫ്റ്റ് വെർട്ടിക്കലി an object of weight 400 Newton to the position A? 400 ന്യൂട്ടൺ ഉള്ളതിനെ വെർട്ടിക്കലി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ട വർക്ക് എന്താണ്? ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് വെച്ചാൽ 400, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ 3, ഒരു 4, 2, 3, 12, 1200 ജൂളാണ് നമ്മളെ ഉത്തരവെന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദ എഫേർട്ട് റിക്വയർഡ് ടു മൂവ് ദ അനദർ ഒബ്ജക്റ്റ് ഓഫ് ദ സെയിം വെയിറ്റ് ഫ്രം B to A along the inclined plane. അപ്പോൾ എഫേർട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ വെഡ്ജിൻ്റെ കേസ് നമുക്കറിയാം അല്ലോ, അല്ലെ? എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? ലോഡ് ബൈ എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? L/H ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എഫേർട്ട് ബൈ ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? H/L ആയിരിക്കും. അതിൽ നിന്നും എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 പുറത്തോട്ട് എഴുതാം അല്ലേ. ഈസ് ഈക്വൽ ടു ഈ ലോഡ് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകും. അപ്പോൾ ആ 400 ഞാനിപ്പോൾ എഴുതുന്നത്. 400 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 3 ബൈ ലെങ്ത് എത്രയാണ്? 6. അപ്പോൾ 3, 6, 1/2. അപ്പോൾ എഫേർട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 400 പകുതി 200 ന്യൂട്ടൺ ആയിരിക്കും നമ്മുടെ എഫേർട്ട് എന്ന് പറയും. ഓക്കെ, സിമ്പിൾ ചോദ്യം. അടുത്ത ഹൈറ്റ് ഓഫ് ദ സ്ക്രൂ ഇൻ എ സ്ക്രൂ ജാക്ക് ഈസ് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സ്ക്രൂയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 10 ത്രെഡ് ഉണ്ട്. ത്രെഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. അങ്ങനെയാണെങ്കിൽ പിച്ച് കണ്ടുപിടിക്കണം. നമുക്കറിയാം പിച്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ. നമുക്ക് ഈ പറയുന്ന എന്താണ് ഹൈറ്റ് എത്രയാണ്? 30. അത് നമ്മൾ എത്ര ത്രെഡ് ഉണ്ട്? 10 ഉണ്ട്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് എത്ര കിട്ടും? പിച്ച് 3 കിട്ടും. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലോഡ് ബൈ എഫേർട്ട് ആണ്. ലോഡ് ബൈ എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലെങ്ത് ബൈ എന്താണ്? ലെങ്ത് ബൈ നമ്മുടെ പിച്ചാണ്. ലെങ്ത് ബൈ പിച്ച്. ഇപ്പോൾ എത്രയായിരിക്കും? 5 ആയിരിക്കും നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് വെഹിക്കിൾ ഓഫ് വെയിറ്റ് 1000 Newton ഈസ് ലിഫ്റ്റഡ് യൂസിങ് ദ സ്ക്രൂ ജാക്ക്. കാൽക്കുലേറ്റ് എഫേർട്ട് കണ്ടുപിടിക്കണം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ട്. ഇതാണല്ലോ നമുക്ക് 5 എന്ന് പറയുന്നത്. അത് ലോഡ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 ബൈ 1000 ബൈ അല്ലെ, എഫേർട്ട് ബൈ ലോഡ് അല്ലേ. നോക്കി അങ്ങനെയല്ലേ തന്നേക്കും. നോക്കി ഒന്നുകൂടി, ലോഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 5 എന്ന് കിട്ടിയിട്ടുണ്ട്. ലോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ്. അതായത് എന്ത് കിട്ടും? 1000 ബൈ എഫേർട്ട് ഇസ് ഈക്വൽ ടു 5 എന്നാണ്. അതിപ്പോൾ എഫേർട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1000 ബൈ 5 എഫേർട്ട് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? 2000 ന്യൂട്ടൺ ആയിരിക്കും നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത്. എത്രയായിരിക്കും? 2000 ന്യൂട്ടൺ ആയി. അടുത്ത് 16ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ EMF ഒബ്റ്റെയിൻഡ് ഫ്രം ദ ആർമേച്ചർ വെൻ എ DC ജനറേറ്റർ വർക്ക്?
DC ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ആർമേച്ചർ ഉണ്ടാകുന്ന AC ആണ്. അപ്പോൾ ഗ്രാഫ് A ആണ് നമ്മുടെ ഉത്തരം. ഇഫ് ദ ആർമേച്ചർ ഓഫ് ദ DC ജനറേറ്റർ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി, ഇതും നമുക്ക് നേരത്തെ മോഡലിൽ വന്നതാണ് അല്ലേ. ആർമേച്ചറിനെ നമ്മൾ കെപ്റ്റ് ചെയ്തിട്ട് മാഗ്നറ്റിക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്ന ഏതായിരിക്കും? അപ്പോൾ കിട്ടുന്നത് AC തന്നെയായിരിക്കും, കാരണം സ്പ്ലിറ്റ് റിംഗ് അവിടെ വർക്ക് ചെയ്യുന്നില്ല. 17ാമത്തെ ചോദ്യം. ആൻ അക്രിലിക് ഷീറ്റ് ഈസ് കെപ്റ്റ് എബോവ് ദ സൗത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ്. സൗത്ത് പോളാണ്. ടെക്സ്റ്റ് ബുക്കിലെല്ലാം നമ്മൾ നോർത്ത് പോൾ വെച്ചാൽ പഠിച്ചിട്ടുള്ളത്. 2 കോപ്പർ റോഡ് കണക്റ്റഡ് ടു എ ബാറ്ററി ആർ പ്ലേസ്ഡ് എബോവ് ദ ഷീറ്റ്. AB ഈസ് അനദർ കോപ്പർ റോഡ്. AB എന്ന് പറയുന്നത് മറ്റൊരു കോപ്പർ റോഡാണ്. പ്ലേസ്ഡ് എബോവ് ദം ആസ് ഷോൺ ഇൻ ദ ഫിഗർ. വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ AB വാസ് സീൻ റോളിംഗ് ടു P. അതായത് ഇവിടുന്ന് കറണ്ട് പോയപ്പോഴത്തേക്കും സൗത്ത് പോളാണ്. അപ്പോൾ ഈ പറയുന്ന ഇങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് ആക്ട് ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് ആക്ട് ചെയ്തു? താഴേക്ക് ആക്ട് ചെയ്തു. കറണ്ട് ഫ്ലോ ചെയ്തത് എയിൽ നിന്ന് ബിയിലോട്ടാണെങ്കിൽ P അല്ലെ, എൻ്റെ വിരലിരിക്കുന്ന അങ്ങോട്ടാണ്, എൻ്റെ കൈ ഒടിഞ്ഞു പോകും, അങ്ങോട്ടായിരിക്കും ഇത് മൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ചോദിച്ച ചോദ്യം എന്താണ്? വാട്ട് വുഡ് ബി ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ത്രൂ AB? കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഏതായിരിക്കും? A to B ആയിരിക്കും. ഫ്രം A to B. അപ്പോഴേ മൂവ് ചെയ്യുള്ളൂ. ആലോചിച്ച് നോക്കിയേ, എടാ ചൂണ്ട് വിരൽ താഴോട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അങ്ങോട്ട് കൈ ആയിരിക്കും. ഓക്കെ, Pയിലോട്ടാണ് മൂവ് ചെയ്തത്. അപ്പോൾ പിന്നെ ഈ വിരൽ ഇങ്ങോട്ടല്ലേ വരത്തുള്ളൂ. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടല്ലേ പോകത്തുള്ളൂ. അടുത്ത, സജസ്റ്റ് 2 മെത്തേഡ്സ് ടു റിവേഴ്സ് ഡയറക്ഷൻ. മാഗ്നറ്റിൻ്റെ പോൾസ് റിവേഴ്സ് ചെയ്താലും മതി, അല്ലെങ്കിൽ പൊളാരിറ്റി ഓഫ് ദ ബാറ്ററി റിവേഴ്സ് ചെയ്താലും മതി, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അടുത്ത 18ാമത്തെ ചോദ്യം. എ വേവ് ഫോംഡ് ഇൻ എ സ്ലിംഗ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. സ്ലിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ സ്പ്രസ് ചെയ്യുന്ന സ്പ്രിംഗ് പോലത്തെ സാധനം. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഷോൺ ഇൻ ദ ഫിഗർ? ലോഞ്ചിറ്റ്യൂണൽ വേവ്. ഡസ് എ മീഡിയം റിക്വയർഡ്? യെസ്, മീഡിയം വേണം. ലോഞ്ചിറ്റ്യൂണലിന് മീഡിയം വേണമല്ലോ. ഒരു മാർക്ക് ചുമ്മാ ആയിട്ട്. വേവ് ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. അഡ്ജസൻറ്റ് ക്രസ്റ്റുകൾ തമ്മിലുള്ള കംപ്രഷൻ അല്ലെങ്കിൽ അഡ്ജസൻറ്റ് റയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ദൂരം അല്ലേ. അപ്പോൾ 2 റയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ദൂരം 7 മീറ്റർ അല്ലേ. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 7 മീറ്റർ ആണ്. ദ വേവ് ഷോൺ ഇൻ ദ ഫിഗർ ടേക്സ് 2 seconds ടു റീച്ച് ഫ്രം B to A. ബിയിൽ നിന്നും എയിലോട്ട് എത്താൻ 2 സെക്കൻഡ് സമയം വേണം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു എന്താണ്? F ലാംഡയാണ്. ലാംഡയുണ്ട്, F അറിഞ്ഞൂടാ. F എന്ന് വെച്ചാൽ ഫ്രീക്വൻസി. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന വേവ്സിൻ്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്ന ഫ്രീക്വൻസി. 1 സെക്കൻഡിലൂടെ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്? ഒരു കംപ്രഷൻ റയർ ഫ്രാക്ഷൻ. അപ്പോൾ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്തായിരിക്കും? 3/2. അതായത് 1.5 ഹെർട്സ് ആണ് അടുത്ത ഫ്രീക്വൻസി എന്ന് പറയുന്നത്. കാരണം ആലോചിച്ച് നോക്കടാ, 2 സെക്കൻഡ് കൊണ്ട് ആണ് എയിൽ നിന്ന് ബിയിലോട്ട് എത്തിയത് എങ്കിൽ ഇവിടെ എത്ര കംപ്രഷൻ ഉണ്ട്? 3 കംപ്രഷനും 3 റയർ ഫ്രാക്ഷൻ. അപ്പോൾ 2 സെക്കൻഡിൽ 3 സൈക്കിൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്താണ്? 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 ഹെർട്സ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് വെലോസിറ്റി ആയിട്ട് പിടിച്ചൂടെ? V ഈസ് ഈക്വൽ ടു F എത്രയാണ്? 1.5 ഇൻറ്റു എന്താണ്? 7 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 10.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ബി ചോദ്യം. വിച്ച് ഈസ് ദ വേവ് വിത്ത് ലോങ്ങർ ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ ആർക്കാണ്? അത് എക്കാണ് ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ. ഓക്കെ, ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇൻ വിച്ച് വേവ് ഓക്കെ, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ലോവർ ആംപ്ലിറ്റ്യൂഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോവർ എന്ന് പറയുമ്പോൾ ഏർക്കാണ്? ബിക്കാണ് ലോവർ, എക്ക് ഹയർ ആണ്. ഓക്കെ, ബോത്ത് വേവ് A ആൻഡ് B ടേക്സ് 12 seconds ടു റീച്ച് Q ഫ്രം P. ക്യൂവിൽ നിന്നും പിയിലോട്ട് എത്താനായിട്ട് പിയിൽ നിന്നും ക്യൂയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് 2 പേർക്കും 12 സെക്കൻഡ് സമയമാണ് വേണ്ടതെങ്കിൽ ഫൈൻഡ് ഔട്ട് ആൻഡ് കമ്പയർ ദ ഫ്രീക്വൻസി ഓഫ് ബോത്ത് ദ വേവ്സ്. 2 പേരുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 12 സെക്കൻഡ് തന്നെയാണ്. പക്ഷേ എത്ര എണ്ണം ഉണ്ടാകുന്നുണ്ട്? 1, 2, 3. അപ്പോൾ 3/12. ഇവൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? സമയത്തിന് മാറ്റമൊന്നും, പക്ഷെ എത്ര എണ്ണം ഉണ്ടാകുന്നുണ്ട്? 1, 2, 3, 4. 4/12. അപ്പോൾ 3/12 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.25 എന്ന് കിട്ടും. 4/12 എന്ന് പറയുമ്പോൾ 0.33 ഹെർട്സ് എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഫ്രീക്വൻസി. സ്പീഡ് ഓഫ് ദ വേവ് ഓഫ് ബോത്ത് A ആൻഡ് B. സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പോൾ B ഈസ് ഈക്വൽ ടു എന്താണ്? F ലാംഡ. അതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ A എന്ന് പറയുന്ന വേവിൻ്റെ കേസിൽ നമുക്കറിയാം എന്താണ് നമ്മുടെ V ഈസ് ഈക്വൽ ടു F എത്രയാണ്? ഫ്രീക്വൻസി 0.25. ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ആണ് അല്ലേ. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. വേവ് ലെങ്ത് കിട്ടാനായിട്ട് നമുക്ക് അതവിടെ കിടപ്പുണ്ട്, ഡിസ്റ്റൻസ് കിടപ്പുണ്ട് അല്ലേ. 12 മീറ്റർ ആണ് പോയേക്കും. അപ്പോൾ നോക്കിയേ, 1, 2, 3 വേവ് പോകാനായത് 12 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം വെച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഈ F ലാംഡ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ്? 12 അല്ലേ. ബൈ ടൈം എത്രയാണ്? ടൈം എടുത്ത് തന്നിട്ടുള്ളത് എത്രയാണ്? 12 സെക്കൻഡ്. അപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡാണ് ഒന്നാമത്തെ വേവിൻ്റെ കേസ്. രണ്ടാമത്തെ വേവിലാണെങ്കിലോ ഡിസ്റ്റൻസ് എത്രയാണ്? 24 മീറ്റർ ആണ്. ടൈം എത്രയാണ്? 12. അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് രണ്ടാമത്തെ വെലോസിറ്റി. അപ്പോൾ ഈ ഫോർമുല വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ കമ്പാരിറ്റീവ്ലി ഫിസിക്സ് കെമിസ്ട്രിയേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി ബയോളജി, സോഷ്യൽ സയൻസും ഒക്കെ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.